സ്റ്റാർ കാസ്റ്റിനെ പറ്റി ഓക്കെ, അടുത്ത പറയാനുള്ള പോയിന്റ് അതാണ്, ദ ഓർഡിനറി സ്റ്റാർ കാസ്റ്റ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട മിക്ക പടങ്ങളിലും റീസെന്റ് ഇറങ്ങിയ കൂലി അവിടെയൊക്കെ സംഭവിച്ചത് എന്താണ്? അമീർ ഖാൻ ഉണ്ട് റോളിൽ, നാഗാർജുന ഉണ്ട്, ഉപേന്ദ്ര ഉണ്ട്. വാട്ട് ദേ ഹാവ് ക്രിയേറ്റഡ് ഈസ് ഹൈപ്പ്. അവർ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷേ ഈ ഹൈപ്പിന് ഒരു പ്രശ്നമുണ്ട്, ഇറ്റ് ഹാസ് ഗോട്ട് നോ സീലിംഗ്. അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ ഓഡിയൻസിൻ്റെ, വ്യൂവേഴ്സിൻ്റെ ആ ഒരു ഹൈപ്പ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ മൂവി വിൽ ബി ഡീംഡ് ഫ്ലോപ്പ്. കൂലിക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അവർ ഒരിക്കലും ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, ഹൈ ക്രൗഡ് പുള്ളിംഗ് ഉള്ള ആൾക്കാരുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ ഇത് നേരെ മാർക്കറ്റ് ചെയ്ത് പോലുമില്ല. ഒരു ട്രെയിലർ അവർ ലോഞ്ച് ചെയ്തു, ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് പറഞ്ഞു, ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആണെന്ന് അവർ പറയാതെ ട്രെയിലറിലൂടെ പറഞ്ഞു. ഞാൻ ഓർത്ത് നോക്കിയേ, അതായത് അവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഇന്ന ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് ഉണ്ടെന്ന് അവർക്ക് വേണേൽ പറയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യായിരുന്നു, ക്രൗഡ് ഫുൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല.